ഇ.പി. ജയരാജന്റെ ആത്മകഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാവിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുടെ തുടക്കമെന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത അതിനുശേഷം മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പ് ദിവസമായിട്ടുള്ള, അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിട്ടുള്ള ഇന്നലെ തന്നെ വലിയ ബ്രേക്കിംഗ് ആയി, വലിയ വാർത്തകളായി എല്ലാ മാധ്യമങ്ങളും തന്നെ നൽകുകയും ചെയ്തു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏതാണ്ട് ഒരു 12 മണിക്കൂർ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ഇ.പി.യുടെ ആത്മകഥ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിഷേധിച്ചിരുന്നു രാവിലെ തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, ആ ആത്മകഥ അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്, അത് മറ്റാരുടേതുമല്ല, ഒരാളും ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയതല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കൃത്യമായി ഇ.പി. ജയരാജന് പറയാനുള്ള കാര്യങ്ങൾ ആത്മകഥയായി അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. അതിൽ പുറത്തേക്ക് പോകണമെന്ന് അദ്ദേഹം ആലോചിച്ചതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് CPM-നെ ഒന്ന് പ്രതിക്കൂട്ടിലാക്കാം, ഒരടി കൊടുക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. ആ അടി കൃത്യമായിട്ട് പിണറായി വിജയനും അതുപോലെ ഗോവിന്ദൻ മാസ്റ്റർക്കുമാണ്. കാരണം അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി. അദ്ദേഹം യഥാർത്ഥത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോകുമ്പോഴാണ് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ വരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജൂനിയറാണ്. പക്ഷേ ആ ജൂനിയർ ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആവുകയും പൊളിറ്റ് ബ്യൂറോയിൽ എത്തുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം പാടെ അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അദ്ദേഹം പാർട്ടിയുമായി വലിയ നീരസത്തിലായിരുന്നു. അപ്പോൾ ഇന്നലെ അദ്ദേഹം അത് വളരെ കൃത്യമായി ഉപയോഗിച്ചു. അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുസ്തകത്തിന്റെ വിൽപ്പനക്ക് സഹായിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ DC ബുക്സും അത് കൃത്യമായി ഉപയോഗിച്ചു. ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ DC ബുക്സ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്നലെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലാണ് 10:30 നടക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്യം കൊടുത്തിരുന്നു. ആ പരസ്യം കൊടുത്തത് ഏതാണ്ട് ഒരു ദിവസം മുമ്പ് തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും തന്നെ ഇട്ടിരുന്നു. അതിന്റെ കവർ പേജ് അടക്കം ഇട്ടിരുന്നു. അതൊന്നും ഇ.പി. അറിയാതെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഇ.പി.യുടെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ സമയത്തൊക്കെ തന്നെ ഇ.പി. ഇത് വളരെ വെഹമന്റ്ലി, വളരെ ശക്തിയായി ഇത് നിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇത് എൻ്റെ ആത്മകഥയല്ലെന്നും ഞാൻ എഴുതിയ ആത്മകഥ കൊടുത്തിട്ടില്ലെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോഴേക്ക് വൈകുന്നേരമായിട്ടുണ്ടാവും. പക്ഷെ 12 മണിക്കാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞത് പുറത്തിറങ്ങിയപ്പോൾ വൈകിട്ടായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമായിരിക്കുന്നു. കാരണം ഇന്നലെ രാത്രിയോടെ ആയപ്പോൾ ഇ.പി. നിലപാട് മാറ്റിയിരിക്കുന്നു. ഇ.പി. പറഞ്ഞത്, ഞാനങ്ങനെ ഇത് എഴുതാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ അതിൽ പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറയാത്തതാണ് പുറത്തേക്ക് വന്നേക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞത് 178 പേജുള്ള ഒരു PDF ആണ് പുറത്തേക്ക് വന്നത്. ഒരാൾ ഇ.പി.ക്കെതിരെ ഗൂഢാലോചന നടത്തിയാൽ പോലും 178 പേജ് അത്യാവശ്യം എഴുതാൻ കഴിവുള്ള മിടുക്കനായിട്ടുള്ള ഒരാളെ കൊണ്ട് ഇത് എഴുതിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത്ര കൃത്യമായിട്ടൊരു ഗൂഢാലോചനയൊന്നും നടത്താൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇ.പി.യുടെ ജീവിതത്തിലെ നിരവധി കാര്യങ്ങൾ ഇ.പി. പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് അതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും. പല വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇതുപോലെ തന്നെ മാറ്റിപ്പറയലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളതിനിടക്ക് അദ്ദേഹം ആദ്യം ഞാൻ ഇത്തരത്തിലുള്ള ഒരു ആത്മകഥ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ആത്മകഥ കൊടുത്തു എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ DC ബുക്സ് ഇപ്പോൾ ഇത് അതിൻ്റെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇതിൻ്റെ പ്രകാശനം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്താണെങ്കിലും ഇത് ഇ.പി.യുടെ ആത്മകഥ തന്നെയാണ്. അദ്ദേഹം പുറത്തേക്ക് പറയണം എന്ന് വിചാരിച്ചു, മാധ്യമങ്ങളിൽ ചർച്ചയാക്കണം എന്ന് വിചാരിച്ചു. അതിന് അദ്ദേഹം കൃത്യമായി തിരഞ്ഞെടുത്തത് പഴയ V.S. അച്യുതാനന്ദൻ്റെയൊക്കെ വഴിയാണ്. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനേതാണ്ട് 1 മാസം മുമ്പ് മരിച്ചു പോയിട്ടുള്ള T.P. ചന്ദ്രശേഖരന്റെ വീട്ടിൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൃത്യമായി V.S. സന്ദർശിച്ചത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം, ഇതേപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വന്ന് ഇ.പി. ജയരാജൻ പാർട്ടിക്ക് ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയോട് വളരെ കൃത്യമായി ഈ ദല്ലാൽ നന്ദകുമാറിനെയും പ്രകാശ് ജാവദേക്കറെയും ഒക്കെ കണ്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നു അതിരാവിലെ തന്നെ. അതും കൃത്യമായി അദ്ദേഹം നടത്തിയ മൂവാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ രാവിലെ പറഞ്ഞത് വൈകുന്നേരത്തേക്ക് മാറ്റി പറയാനൊന്നും മടിയില്ല. സാന്റിയാഗോ മാർട്ടിൻ്റെയിൽ നിന്ന് ബോണ്ട് മേടിച്ച വിവരം നമുക്കറിയാം, 2 കോടി രൂപ. പിന്നെ അത് ബോണ്ടയാണെന്നും പഴംപൊരിയാണെന്നും ഒക്കെ അദ്ദേഹം മാറ്റി പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ഗുസ്തിക്കാരൻ, അദ്ദേഹം മരിച്ചു പോയപ്പോൾ, അദ്ദേഹം കേരളം കണ്ടിട്ട് തന്നെ ഇല്ലാത്തൊരു ഗുസ്തിക്കാരനാണ്. പക്ഷെ അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചൊരു അനുശോചനം എടുക്കാൻ വേണ്ടി മനോരമ ന്യൂസ് വിളിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, മുഹമ്മദ് അലി കേരളത്തിന് വേണ്ടി സ്വർണം നേടിയിട്ടുള്ള ആളാണ്, അദ്ദേഹം വലിയ കേരള കായിക ലോകത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണെന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പല മണ്ടത്തരങ്ങളും പല പൊട്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറയാനും പിന്നെ അത് മാറ്റി പറയാനൊന്നും മടിയില്ല. അപ്പോൾ അതിൽ
പറഞ്ഞ നിരവധി കാര്യങ്ങൾ എടുത്തു വെച്ച് നമ്മൾ കുറച്ചുകൂടി ഇന്നലെ വിശദമായി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും അത് കൃത്യമായി ഇ.പി. ജയരാജൻ്റെ ആത്മകഥ തന്നെയാണെന്നുള്ളത്. കാരണം അദ്ദേഹം ഈ ബോണ്ട് വിവാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പാർട്ടിയുടെ അനുമതി മേടിച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്നതിന് മുൻകൂറായി സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന പാവം മനുഷ്യൻ, അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് നമ്മുടെ ലോട്ടറി രാജാവാണ് അദ്ദേഹം. ഇപ്പം ഈ കഴിഞ്ഞ തവണ തന്നെ BJP അടക്കമുള്ള അല്ലെങ്കിൽ BJP കൊണ്ടുവന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് വഴി നിരവധി സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ. അദ്ദേഹം സിക്കിമിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്ന ഒരാൾ. അദ്ദേഹം ഇന്ന് ലോട്ടറിയിലെ ലോകത്തെ രാജാവാണ്. DMKക്ക് മാത്രം അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിന്റെ ആസ്ഥാനം കോയമ്പത്തൂരാണ്, അതുകൊണ്ട് 500 കോടി രൂപയാണ്. അപ്പൊ അതുകൊണ്ട് 2 കോടിയൊക്കെ പാവങ്ങളല്ലേ ദേശാഭിമാനി നടത്തിക്കൊണ്ട് പൊക്കോട്ടെ, കാരണം ഇവിടെ തൊഴിലാളി വർഗ രാഷ്ട്രീയം ശക്തിപ്പെടേണ്ടതാണെന്നൊക്കെ സാന്റിയാഗോ മാർട്ടിന് താല്പര്യമുള്ളത് കൊണ്ടിട്ട് അദ്ദേഹം കൊടുത്തതാണ് അഡ്വാൻസായി. അപ്പൊ അത് പിന്നീട് വലിയ വിവാദമാവുകയും തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നീട് നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരി അത് PK ശ്രീമതിയാണ്. അവരുടെ മകൻ സുധീറിന് ഒരു നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഈ വ്യവസായ വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. പിന്നീട് KT ജലീലിനെയൊക്കെ പരിഗണിച്ചത്രയും പോലും പരിഗണനകൾ പലപ്പോഴും നമ്മുടെ ഇ.പി. ജയരാജന് കിട്ടിയില്ല. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിന് വലിയ കുണ്ഠിതപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയും രാജ്ഭവനിൽ പാർട്ടി വലിയ തോതിൽ സമരം നടത്തുമ്പോൾ അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ പൊന്നാട അണിയിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പം ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന ഒരാളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കൃത്യമായിരിക്കുന്നു. കാരണം അത് ഇ.പിയുടെ തന്നെ ആത്മകഥയാണ്. 188 പേജൊന്നും ഇ.പി. പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിലല്ലാതെ ഭാഷ തന്നെയാണത്. കേട്ടാലൊക്കെ നമുക്കറിയാം. പലപ്പോഴും വലിയ നേതാക്കന്മാരെല്ലാം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനയോ എഴുതാൻ അറിയാവുന്ന ആളുകളെയൊക്കെ വിളിച്ച് പണം കൊടുത്ത് ഈ സംഭവങ്ങൾ എഴുതിപ്പിക്കലാണ്. അതിപ്പോൾ പി ജയരാജൻ ചില ആളുകളുമായി സംസാരിച്ചത് എനിക്കറിയാം. അതുപോലെ ഇ.പിയും ഒക്കെ തന്നെ ഇതുപോലെയുള്ള ആളുകൾ നോക്കി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അതിനെ ഗോസ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത്തരത്തിൽ എഴുതി കൊടുക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. പല ബിസിനസ്സുകാർക്കും വലിയ രാഷ്ട്രീയക്കാർക്കും വേണ്ടി അവർ ആത്മകഥകളൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആത്മകഥകൾ എഴുതി കൊടുക്കുന്നതിന് ഭാഗമായി ഒരാൾക്ക് കൊടുത്തതെന്നാണ്. അത് DC ബുക്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചിന്ത പബ്ലിക്കേഷൻസിന് കൊടുക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതും പരിഗണിക്കാം. മാതൃഭൂമിയും ഈ DC ബുക്സൊക്കെയാണ് ഇദ്ദേഹത്തെ ആദ്യമേ തന്നെ സമീപിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലും നമ്മുടെ പാവം ഇ.പി. നേട്ടമുണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹം. പക്ഷെ ആ ഹെഡിങ്ങിൽ എനിക്ക് ചെറിയൊരു വ്യത്യാസം പറയാനുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കഥ എന്നൊക്കെയുള്ളതാണ്. അതൊക്കെ ഇത്തിരി അതിര് കടന്നതായിപ്പോയി. ഇ.പി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കഥ എന്നുള്ളതല്ല, ഒരു മുതലാളിയുടെ കഥ എന്നെഴുതുന്നതായിരിക്കും നല്ലത്. കാരണം വൈദേഹം റിസോർട്ട് അടക്കം സ്വന്തം വീടടക്കം നിരവധി സമ്പാദ്യമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ തന്നെ കുറച്ചുകൂടി സുഖലോലുപനായിട്ടൊക്കെ ജീവിക്കണം എന്ന ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി പുറത്താക്കിയാലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത്, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ചില ഇ.പിക്കെതിരെ പാർട്ടി നടപടിയെടുത്തേക്കും. കഴിഞ്ഞ തവണ തന്നെ ഇ.പിയെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അത് തന്നെ അദ്ദേഹത്തിന് വലിയ പരിഭവമായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കാതെയാണ് മാറ്റിയത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാകാൻ കൂടിയാണ് സാധ്യത. കാരണം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ബോണ്ട് മേടിച്ചത് പാർട്ടി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത്, പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണെന്ന് പറഞ്ഞു. അതുപോലെ നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ടും എല്ലാ വിവാദങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ചൊരു സത്യവും കൂടിയുണ്ട്. അത് ആദ്യത്തെ പിണറായി സർക്കാർ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു, നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെ വീക്കായിരിക്കുന്നു, ദുർബലമായിരിക്കുന്നു. അത് ഇനിയുള്ള കാലത്ത് പ്രതിച്ഛായ എങ്ങനെ മെച്ചപ്പെടുത്തും എന്നുള്ളത് ആശ്രയിച്ചാണ് അതിൻ്റെ ഭാവി ഇരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്താണെങ്കിലും ഒരേ വെടിക്ക് 2-3 പക്ഷികളെയാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഒന്ന് പിണറായി വിജയൻ, രണ്ടാമത്തേത് MV ഗോവിന്ദൻ മാസ്റ്റർ, മൂന്നാമത്തേത് സ്വന്തം പുസ്തകത്തിൻ്റെ വിൽപ്പന. ഇനി 4-മത്തേത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. 4-മത്തെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടാകാം. കാരണം സ്വന്തം മറ്റേ ശിവശങ്കരനൊക്കെ ചെയ്തതുപോലെ സ്വപ്ന സുരേഷ് തെറ്റാണ്, ഞാൻ ശരിയാണ് എന്ന് പറയുന്നത് പോലെ പാർട്ടി ഇപ്പോൾ ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഞാൻ വളരെ മാന്യനായ ശരിയായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. വെടികൊണ്ട അല്ലെങ്കിൽ വെടിയുണ്ട ശരീരത്തിൽ ചുവന്നു കിടക്കുന്ന ഒരാളാണെന്ന് പറയുന്ന ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള ഒരു പരിഗണന പോലും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇന്ന് വൈകുന്നേരം അദ്ദേഹം പാലക്കാട്ട് പ്രചരണത്തിനെത്താൻ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പ്രചരണത്തിനെത്തി ഇതൊക്കെ അദ്ദേഹം മാറ്റി പറയും, അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സരിനെ പോലെയുള്ള ആളുകൾ അധികാരമോഹിയാണെന്നും അവർ സ്ഥാനം മോഹിച്ചാണ് CPM-ലേക്ക് വന്നതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞിട്ട് വേണ്ട ആളുകൾക്ക് അറിയാൻ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം അല്ലാതെ ഇന്ന് രാത്രി വരെ
കോൺഗ്രസ് ആയിരിക്കുന്ന ഒരാൾ പിറ്റേ ദിവസം രാവിലെ CPM-ന്റെ ഐഡിയോളജി ഒക്കെ പഠിച്ച് കമ്മ്യൂണിസ്റ്റ് ആകാം എന്നൊക്കെ വിചാരിച്ചതുകൊണ്ടൊന്നുമല്ല പാവം പി സരിനൊക്കെ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഈ പാർട്ടിയിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലൊന്നും വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. നിതീഷ് കുമാർ 8 തവണ മാറാമെങ്കിൽ പാവം സരീനൊക്കെ 1 2 തവണയൊക്കെ ഇനിയും മാറാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഷാഫി പറഞ്ഞത്. കാരണം പി സരീൻ ഞാനിവിടെ ഉണ്ട് എന്ന് ഷാഫി പറമ്പിലിനോട് ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത് വളരെ അർത്ഥഗർഭമായിട്ടുള്ള വാക്കുകളാണ്. ഷാഫി പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടാകണം, കാരണം ഇനിയും മാറല്ലേ എന്നുള്ളതാണ്. മിക്കവാറും അടുത്ത തവണ സരീൻ ചിലപ്പോൾ BJP-യിലേക്ക് മാറാനും മതി. അപ്പോൾ പക്ഷേ ഈ സരീന് വേണ്ടി ഇന്ന് അതിഗംഭീരമായൊരു പ്രസംഗം നമ്മുടെ AP ജയരാജൻ കാച്ചും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വാക്കുകൾക്ക് വേണ്ടി ഞാൻ കാതോർത്തിരിക്കുന്നു. സരസന്മാരായിട്ടുള്ള തമാശയും ഫലിതവും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അത് കേൾക്കണമെന്ന് കൂടി ഞാൻ ശുപാർശ ചെയ്യുന്നു.